നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയൻ, നല്ലൊരു ഗൈഡ്. ഒരു ദിവസം നിങ്ങൾ എത്രമാത്രം പണം ദൂർത്തടിക്കുന്നുണ്ട്? അതിലൊരു അംശം മതി നല്ലൊരു പുസ്തകം വാങ്ങിക്കുവാനായിട്ട്. നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് റീഡ് ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ വായനാശീലവും ജീവിതത്തിൽ വളർത്തിയെടുക്കുക. ഡെയിലി റൊട്ടീൻസ് പോലെ തന്നെ അരമണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. വായന നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുകയും നല്ല ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഡോക്ടർ എൻ.ജി. ഐസക്കിൻ്റെ പുസ്തകമാണ്. കുട്ടികളിലുള്ള വിഷാദ രോഗത്തെ പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ എൻ.ജി. ഐസക്കിൻ്റെ പുസ്തകമാണ്. ഇത് ഓൺലൈൻ വഴി ഞാൻ വാങ്ങിച്ചതാണ്. വളരെ നിസ്സാര വിലയേ ഉള്ളൂ ഇതിന്. നല്ല പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ടായെങ്കിൽ ആ കുട്ടികളുടെ, നിങ്ങളൊരു മാതാപിതാക്കളാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, അവരുടെ മാനസികമായ വിഷയങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് അവരുടെ ചിന്തയിലൂടെ ഓടുന്നത്, അവർ നമ്മൾക്ക് എങ്ങനെ ലീഡ് ചെയ്യിക്കാൻ കഴിയും, നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്നെല്ലാം ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡോക്ടർ എൻ.ജി. ഐസക്കിൻ്റെ പുസ്തകമാണ്. വളരെ വിലക്കുറവാണ്. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന വിഷാദ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പുസ്തകത്തിൽ കൂടുതലും വിവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൽ നമ്മുടെ ഫാമിലിയിലെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ: വിഷാദ മാനസികാവസ്ഥ, ഭയം, അസ്വസ്ഥത, പ്രതീക്ഷയില്ലായ്മ. ഈ 4 ഘടകങ്ങളാണ് വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ നല്ല ബെസ്റ്റ് കമ്പാനിയൻ അതിൻ്റെ ഗൈഡായിട്ട് ഓരോ പുസ്തകങ്ങളെയും കണ്ടിട്ട് നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക.